Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അനലോഗ് സർക്യൂട്ട്സിൽ MCQ 10th സെറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഡിറ്റർമൈൻ ദ അപ്പർ ആൻഡ് ലോവർ ത്രഷോൾഡ് വോൾട്ടേജ്. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിന്റെ അപ്പർ ആൻഡ് ലോവർ ത്രഷോൾഡ് വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നിറയെ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പർ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് +14.63, ലോവർ ത്രഷോൾഡ് വോൾട്ടേജ് -14.63 ആണ്. ഇത് നോക്കിയതാണ് ഫിഗർ നമുക്ക് തന്നിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 7-4 ഐഡിയൽ ഒപ്പാം ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ. അപ്പോൾ അതിലൊരു നെഗറ്റീവിലേക്കാണ് നമ്മൾ, അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ നമുക്ക് രണ്ട് VCC എന്ന് പറയുന്നത് +15 -15 ഉണ്ട്. ദെൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RL എന്ന് പറയുന്നത് 10 കിലോ ആണ്. പിന്നെ നമുക്ക് അതല്ലാണ്ട് ഫീഡ്ബാക്ക് 250 ഓം വരുന്നുണ്ട്. ദെൻ 10 കിലോ ഓം റെസിസ്റ്റൻസ് വരുന്നുണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസിലേക്ക് ആയിട്ട്, അല്ലേ? ഒരു ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് 12 കിലോ ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പർ ത്രഷോൾഡ് വോൾട്ടേജ് VUT എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? R1 + R2 × +Vsat. ലോവർ ത്രഷോൾഡ് വോൾട്ടേജ് R1 + R2 × -Vsat ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് R1 എന്ന് പറയുന്നത് 10 കിലോ ഓം ആണ്, R2 എന്ന് പറയുന്നത് 250 ഓം ആണ്, Vsat എന്ന് പറയുന്നത് ±15 ആണ്. ഓക്കെ, അപ്പൊ VUT that is equal to നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ R1 എന്ന് പറയുന്നത് 10 കിലോ ഓം ഡിവൈഡഡ് ബൈ 10 കിലോ ഓം + 250 ഓം × +15 that is equal to 14.63 വോൾട്ടേജ് വരുന്നുണ്ട്. ലോവർ ത്രഷോൾഡ് വോൾട്ടേജ് നമുക്കൊരു ഡിഫറൻസ് എന്താണ്? ഇവിടെ -15 മാത്രം കൊടുത്താൽ മതി. സോ -14.63 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ഹാസ് എ requirement of 16 volt and 2 ampere ആണ്. The diode's minimum current requirement is 2.5 ampere. The minimum voltage of the input is 29 volt. What will be the maximum efficiency of the circuit? സർക്യൂട്ടിന്റെ മാക്സിമം എഫിഷ്യൻസി ആണ്, സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ മാക്സിമം എഫിഷ്യൻസി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി 24.5% ആണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന മാക്സിമം എഫിഷ്യൻസി. കാൽക്കുലേഷൻ നോക്കൂ, നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഈറ്റ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ആണ്, അല്ലെ? അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു അസ്യൂം ചെയ്തിരിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് 29 ഉണ്ട്, സെനർ കറന്റ് എന്ന് പറയുന്നത് 2.5 ആംപിയർ ആണ്, ലോഡ് നമുക്ക് IL ലോഡ് കറന്റ് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്, 16 വോൾട്ട് ആയിരുന്നു നമുക്ക് വരുന്നത്, അല്ലെ? അപ്പൊ ടോട്ടൽ കറന്റ് സപ്ലൈ ചെയ്തിരിക്കുന്ന സോഴ്സ് സപ്ലൈ ചെയ്തിരിക്കുന്നത് IZ മിനിമം ആഡ് ചെയ്യണം +I2 ആണ്, അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2.3 + 2.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 ആണ് വരുന്നത്. 2.3 അല്ല 2.5 ആണ് കേട്ടോ. അപ്പൊ 4.5 ആണ് കിട്ടുന്നത്. സോ ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു Vin × I ആണ്. V നമുക്ക് 29 ആണ്, ഇൻറ്റു I എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4.5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 130.5 ആണ് വരുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് പവർ അറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? VL × IL ആണ്. അപ്പൊ VL എന്ന് പറയുന്നത് 16 ആണ്, IL എന്ന് പറയുന്നത് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 32 ആണ് വരുന്നത്. അപ്പൊ ഇൻപുട്ട് പവറും കാൽക്കുലേറ്റ് ചെയ്തു, ഔട്ട്പുട്ട് പവറും കാൽക്കുലേറ്റ് ചെയ്തത്. സോ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ 32 ബൈ ഇൻപുട്ട് പവർ എത്രയാണ്? 130.5 × 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 24.52% ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അനലോഗ് സർക്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ, the resonant frequency of quartz crystal oscillator is 450 kHz. quartz crystal oscillator resonant frequency തന്നിട്ടുണ്ട്. The equivalent inductance and series resistance at resonant frequencies are 4.2 Henry and 9050 ohms. The quality factor of the crystal will be approximately. നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, then ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്, സീരീസ് റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ക്വാളിറ്റി ഫാക്ടർ, അല്ലെ? സോ ഓപ്ഷൻസിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ 1312.7 ആണ് ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ എന്ത് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. The quality factor of the crystal is 1/R × √LC ആണ്, അല്ലെ? അപ്പൊ the resonant frequency is given by F is equal to 1/2π√LC ആണ്. അപ്പൊ നമുക്ക് F അറിയാം, അതുപോലെ തന്നെ L അറിയാം. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് C യുടെ വാല്യൂ ഈ ഇക്വേഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? 1/2π√LC യിൽ നിന്ന് C യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ C is equal to എനിക്ക് എത്രയാണ് വരുന്നത്? C is equal to 2.98 × 10⁻⁻14 ഫാരഡ് ആണ് വരുന്നത്. ദെൻ ക്വാളിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? 1/R/√L/C ആണ്. അപ്പൊ ആ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ക്വാളിറ്റി ഫാക്ടർ എത്രയാണ്? 13.12.7 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ ബയാസ് കറന്റ് ഇൻ ആൻ IC 741 op amp 74 op amp
ഈസ് IQ 19 മൈക്രോ ആംപിയർ ആണ്. ഓക്കെ, ബയാസ് കറന്റ് നമുക്ക് തന്നിരിക്കുന്നത് 19 മൈക്രോ ആംപിയർ. ഇന്റേണൽ ഫ്രീക്വൻസി കോമ്പൻസേഷൻ കപ്പാസിറ്ററിന്റെ വാല്യൂ C1 എന്ന് പറയുന്നത് 30 പൈക്കോഫാരഡ് ആണ്. Then we have to find the slew rate. ഒപ്പാമിന്റെ slew rate എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ. 1.58 p per microseconds, 1.26, 0.93 and 0.63. Option D is the right answer. 0.63 or v per microseconds ആണ്. അപ്പോൾ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ സ്ലൂ റേറ്റിനുള്ള ഇക്വേഷൻ എന്താണ്? dV0/dt ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2πfm/Vm ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/c ആണ്. ഓക്കെ, അപ്പോൾ S സ്ലൂ റേറ്റ് ഇസ് ഈക്വൽ ടു 1/c ആണ്. അപ്പോൾ IQ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ C1 വാല്യൂ 30 പൈക്കോഫാരഡും തന്നിട്ടുണ്ട്. അപ്പോൾ S ഇസ് ഈക്വൽ ടു 1/c അല്ല I/c ആണ് കേട്ടോ. സോറി, I/c ആണ്. അപ്പോൾ I യുടെ വാല്യൂ നമുക്ക് 19 മൈക്രോ ആംപിയർ അറിയാം. ഡിവൈഡഡ് ബൈ S നമുക്ക് C1 ന്റെ വാല്യൂ നമുക്ക് അറിയാം. ദാറ്റ് ഈസ് 30 പൈക്കോഫാരഡ് ആണ്. 30 × 10⁻⁻12 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.633 × 10⁻6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈക്രോ സെക്കൻഡ്സ് എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫറൻഷ്യൽ ഗെയിൻ ഓഫ് ആൻ op amp is 4000 and the value of CMRR is 150. Its output voltage when the two input voltages are 200 microvoltage and 160 microvolt respectively. അപ്പോൾ നമുക്ക് CMRR തന്നിട്ടുണ്ട്, അതുപോലെ ഡിഫറൻഷ്യൽ ഗെയിൻ തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ട് ഇൻപുട്ട് വോൾട്ടേജ് 200 മൈക്രോ വോൾട്ടേജും അതുപോലെ തന്നെ 160 മൈക്രോ വോൾട്ടേജും ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ, മൈക്രോ വോൾട്ട്സും ആണ്. സോ ഓപ്ഷൻ ബി 164.8 മില്ലി വോൾട്ട് ആണ് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. കാൽക്കുലേഷൻ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് AD തന്നിട്ടുണ്ട് 4000, V1 200 തന്നിട്ടുണ്ട്, V2 160 തന്നിട്ടുണ്ട്, CMR 150 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് AC കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. കോമൺ മോഡ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ നമുക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, CMRR is equal to AD/AC ആണ്. അപ്പോൾ AC is equal to എന്ത് വരും? 2000 അല്ലെ 4000 ആണ് അല്ലെ. AD എന്ന് പറയുന്നത് 4000/AD വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 26.66 എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? വോൾട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, AC എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഡിഫറൻഷ്യൽ വോൾട്ടേജ് VD is equal to the difference between two input voltages, that is 200 minus 160 എന്ന് പറയുമ്പോൾ എനിക്ക് 40 micro V വരുന്നുണ്ട്. ഓക്കെ, then common mode input of the op amp എത്രയാണ്? VC ആണ്. that is V1 plus V2/2 ആണ്. V1 എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ് അല്ലെ. V2 എന്ന് പറയുന്നത് 160. so 200 plus 160/2 is equal to 360/2, that is 180 micro V വരുന്നുണ്ട്. ഓക്കെ, then നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് V0 is equal to AD × VD plus AC × VC ആണ്. AD നമുക്കറിയാം 4000 ഇൻറ്റു VD നമുക്ക് ഇപ്പോൾ എത്രയും കിട്ടിയത് 40 മൈക്രോ V കിട്ടിയിട്ടുണ്ട് ഇൻറ്റു VD പ്ലസ് AC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 26.66 ഇൻറ്റു VC എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 180. സോ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 164.798 വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ദ വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0. നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ഇൻപുട്ട് ആയിട്ടല്ല, നമ്പർ ഓഫ് സപ്ലൈസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു 1 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തിട്ടുണ്ട്, 3 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിഫറെന്റ് റെസിസ്റ്റൻസ് വാല്യൂസ് ആണ്. 40 കിലോ ഓം, 80 കിലോ ഓം ആൻഡ് 120 കിലോ ഓം ആണ്. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 കിലോ ഓം ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് -9 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എനിക്ക് നെഗറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, സോ -9 ആണ് കാൽക്കുലേഷൻ. നോക്കൂ, അക്കോർഡിംഗ് ടു ദ സർക്യൂട്ട് ഓഫ് op amp നമുക്ക് തന്നിരിക്കുന്നത് ഒരു ആഡർ സർക്യൂട്ട് ആണ്. op ampന്റെ ആഡർ സർക്യൂട്ട് ആണ്. സോ V0 is equal to -IRF ആണ്, IRF ആണ്. അപ്പോൾ RF/R1 × V1. നമുക്ക് I എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കോമൺ ആയിട്ട് എടുക്കേണ്ടത് നമുക്ക്. ഓക്കെ, നമുക്കൊരു ആഡർ സർക്യൂട്ട് ആണ്. സോ RF/R1 × V1 പ്ലസ് RF/R2 × V2 പ്ലസ് RF/R3 × V3 ആണ്. അപ്പോൾ RF എന്താണെന്ന് അറിയാം, R1 R2 R3 അറിയാം, V1 V2 V3 അറിയാം. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. V0 is equal to minus of RF എന്ന് പറയുന്നത് 120/40 × 1 plus 120/80 × 2 plus 120/220 × 3 എല്ലാം കിലോ ഓമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് വരും? 3 വരും. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വരുന്നുണ്ട്, ദെൻ ഇവിടെ നമുക്ക് 3 വരും. സോ ടോട്ടലി -9 വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഓഫ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ. ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് V1 ഉം V2 ഉം തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇവിടെ 1K ഉണ്ട്, ഇവിടെ 3.3 km ഉണ്ട്, ഇതൊരു 1.5, ഫീഡ്ബാക്ക് 2.2 K ആണ്. ഓപ്ഷൻ സി -4.5 വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ നോക്കൂ. V1 is equal to
1.5 divided by 1.5 plus 3.3 ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3125. ദാറ്റ് ഈസ് V2 ആണ് നമുക്ക് വരുന്നത്. അവിടെ V1 ഉം V2 സെയിം തന്നെയാണ് വരുന്നത്. KVL അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 2.5 minus 0.3125 by 1 equal to 0.3125 minus V0 by 2.2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് V0യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് V0 is equal to 0.3125 minus 2.2 into 2.5 minus 0.3125. So finally we get minus 4.5 voltage. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീക്കിൽ നമ്മൾ ഈ ഒരു 10th MCQ സെറ്റിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.